ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഡ്രോൺ പരിശോധനയും അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തേതുപോലെ 6 മേഖലകളായി തിരിച്ചൊക്കെയുള്ള പരിശോധന നടക്കുന്നു, തെരച്ചിൽ നടക്കുന്നു. 1200ഓളം പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 357 പേർ മരിച്ചു എന്നതാണ് കണക്ക് വരുന്നത്. എന്നാൽ ഇതുവരെ എത്ര പേരെ കാണാതായി എന്നുള്ളത് 206 എന്നുള്ളത് ഒരു പ്രാഥമിക കണക്ക് മാത്രമാണ് എന്നതാണ്. അതിനേക്കാൾ എത്രയോ കൂടുതലാകാം കാണാതായവരുടെ എണ്ണം എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുമ്പോൾ ഏത് തരത്തിലേക്കാണ് അവിടെ പരിശോധന നടക്കുന്നത്? തിരച്ചിലിന്റെ 6ാം ദിവസം ഇന്നത്തെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അത് അതിവേഗം ദ്രുതഗതിയിൽ തിരച്ചിൽ നടക്കുന്നു എന്നതാണ്. അതിനുവേണ്ടി ഒരു വലിയ സന്നാഹവും സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ടെന്നതാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ 6ാം ദിവസത്തെ തിരച്ചിലിനെ നമുക്കൊരു രക്ഷാദൗത്യം എന്ന് പറയാൻ കഴിയില്ല. അതിന് കാരണം ഇനിയുള്ള പരിശോധനകളൊക്കെ കാണാതായവർക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ മൃതശരീരങ്ങളായോ മൃതഭാഗങ്ങളായിട്ടോ ഒക്കെ പരിശോധന, അതിനു വേണ്ടിയിട്ടുള്ള പരിശോധന എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഐബോർഡാണ്, അതായത് ഏറ്റവും അത്യാധുനിക സംവിധാനമുള്ള ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ്. ഡ്രോൺ ഈ മേഖലയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്ന ഈ ബെയിലി പാലം കഴിഞ്ഞ് മുണ്ടക്കൈയിലേക്ക് പോകുന്ന ആ പ്രദേശത്താണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, അതിൻ്റെ തുടക്ക ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് വലിയ, അതായത് തൊട്ട് ഇപ്പുറത്ത് വെള്ളാർമല സ്കൂൾ കാണാം. ആ സ്കൂളിൽ നിന്ന് ഒരു പുഴ ഒഴുകി മാറിപ്പോയതും ഇവിടെ കരിങ്കല്ലുകൾ കൂട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ശരീരങ്ങളോ മൃതാവശിഷ്ടങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇന്നിനി നടക്കാൻ പോകുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇനി സൂക്ഷ്മതയോടുകൂടി ഏതെങ്കിലും ഒരു പ്രദേശം, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന, മൃതശരീരങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സൂചനകൾ കണ്ടെത്തി അത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ, കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ കാണാം. അവരെത്തി ആ ഭാഗം കുഴിച്ചു നോക്കുകയും അങ്ങനെ മൃതാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കുകയും ചെയ്യുക എന്നതാണ്. 6ാം ദിവസം ആയതുകൊണ്ട് തന്നെ ഇനിയും ജീവനോടെ ആരെങ്കിലും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാമെന്നുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രക്ഷാദൗത്യമല്ല ഇപ്പോൾ നടക്കുന്നത്, ഈ മൃതശരീരങ്ങൾ കണ്ടെത്തുക എന്നതിലേക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന പരിശോധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ കൃത്യമായി തന്നെ ഒരു സ്ഥലം ലൊക്കേറ്റ്, അതായത് സംശയമുള്ള പ്രദേശങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി മണ്ണ് മാറ്റുക, ആ മേഖലയിലെ മണ്ണ് മാറ്റുക. കോൺക്രീറ്റ് അവശിഷ്ടങ്ങളാണെങ്കിൽ അത് കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് വെട്ടി മാറ്റുക. അതല്ല പാറക്കല്ലുകളാണെങ്കിൽ ആ പാറക്കല്ലുകൾ മാറ്റി അതിനടിയിൽ പരിശോധിക്കുക എന്നതാണ്. നേരത്തെ ഒരു മൃതശരീരം അല്ലെങ്കിൽ ശരീരഭാഗമുണ്ട് എന്ന് സംശയിച്ചിരുന്ന ഒരു പ്രദേശമുണ്ടായിരുന്നു. ഈ ബെയിലി പാലത്തിന്റെ തൊട്ടടുത്ത് ഒരു വീട്, തകർന്നു പോയൊരു വീടിനടിയിലായിരുന്നു. അവിടെയും സമാനമായ രീതിയിലാണ് പരിശോധനകൾ നടന്നത്. അതുകൊണ്ട് തന്നെ വേണു, അനുജ, ഇപ്പോൾ ഈ 6ാം ദിവസം നടക്കുന്ന പരിശോധനയിൽ ഇനി ആരെങ്കിലും 206 പേരെയാണ് ഇതുവരെ കാണാതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം, ഒരു സൂചന ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘമുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 5 ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്നത്തെ ദിവസത്തെ പരിശോധനയെ നമുക്ക് തിരച്ചിലിനെ പറയാൻ കഴിയുക. അത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യതയോടുകൂടി ഈ പരിശോധന ദ്രുതഗതിയിൽ നടത്താൻ അതിനുവേണ്ടി ഒരു വലിയ സന്നാഹവും സംവിധാനവും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഡ്രോണിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇമേജിംഗ്, അതിൽ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമായിരിക്കും അവിടെ ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മൃതശരീരമോ എന്തെങ്കിലും കണ്ടെത്താനുള്ള സാധ്യതകളുണ്ടോ എന്ന് ദൗത്യസംഘം പരിശോധിക്കുക. അങ്ങനെ എന്തിൻ്റെങ്കിലും ഒരു സൂചന അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിലിലേക്ക് കടക്കും. അതല്ലാതെ ഈ മേഖലയെ ഒന്നാകെ ഇനി തിരയുക എന്നത് ഏറെക്കുറെ അപ്രായോഗികവും അസാധ്യവുമാണ്. 6ാം ദിനത്തിൽ ആരെങ്കിലും ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ദൗത്യസംഘത്തിന് നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇപ്പോഴും എന്ത് സംഭവിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്നറിയാതെ കാത്തു നിൽക്കുന്ന ഈ 206 പേരുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന പരിശോധന കൂടിയാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, 67 മൃതശരീരങ്ങളാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാതിരുന്നിട്ടുള്ളത്. ആ 67 മൃതശരീരങ്ങളുടെയും കൂട്ടസംസ്കാരം ഇന്ന് നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ സർവ്വമത പ്രാർത്ഥനയോടുകൂടിയായിരിക്കും ഈ കൂട്ടസംസ്കാരം നടക്കുക. ഹാരിസൺ മലയാളം അവരുടെ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഇവിടുന്ന് 1-2 കിലോമീറ്റർ അകലെയാണ് ആ ഭൂമിയുള്ളത്. അവിടെയാണ് ഈ കൂട്ടസംസ്കാരം നടക്കാൻ പോകുന്നത്. 67 മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആ മൃതശരീരങ്ങളുടെ കൂട്ടസംസ്കാരം അധികം വൈകാതെ തന്നെ നടക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. വേണു, അനുജ, ഇതാണ് നിലവിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ.